SFIOയ്ക്ക് അറസ്റ്റിനുള്ള അവകാശവും ഉണ്ട്. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് അവർക്ക് പോകാനും പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവര് പിന്നെ മിക്കവാറും കേരളത്തിലെ ജയിലിലായിരിക്കും അവർ കിടക്കാനുള്ള സാധ്യത. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യാനുള്ള സാധ്യത 150%. അത് ഇന്ന് ഉച്ചയോടുകൂടി ഇന്ന് കോടതി പിന്നെ അവരുടെ റിട്ട് ഹർജി തള്ളിയാൽ ഒരുപക്ഷെ ഇന്നവർ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത പോലും ഞാൻ തള്ളിക്കളഞ്ഞില്ല. കാരണം വെച്ചാൽ SFIOയെ അവർ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ ഹലോ ശ്രീ JM ഷാജൻ, കേരളത്തിൽ ജനം നോക്കി കണ്ട എന്താണ് കേസാണ് SFIയുടെ അന്വേഷണം. പക്ഷെ ഇന്നലെ SFI അന്വേഷണം തന്നെ അട്ടിമറിച്ചുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്ത് ഹർജി എടുത്തു. വീണ വിജയന് കേരളത്തിൽ ജയിലിൽ കയറാൻ പേടിയാണോ? അല്ല, വീണ വിജയന്റെ നമ്മൾ വീണ വിജയനെ കുറിച്ച് പറയുമ്പോഴേ, വീണ വിജയൻ ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ വീണ വിജയൻ. സ്വാഭാവികമായി വീണ വിജയന്റെ അച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ വിജയനിലേക്ക് പോകാൻ പറ്റുള്ളൂ. വീണ വിജയന്റെ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിരന്തരമായി പറഞ്ഞിട്ടുള്ളത്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്നാണ് അദ്ദേഹം നിരന്തരമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അയാൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ആ 2 കൈയിൽ നമ്മളെ ഉയർത്തി കാണിച്ചു. എന്റെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് പിന്നെ എന്റെ മകൾ ബാംഗ്ലൂരിലേക്ക് IT കമ്പനി നടത്താൻ പോയത് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സമാധാനമുണ്ട്. നേരത്തെ എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇപ്പൊ എന്റെ മകളെ കുറിച്ചിട്ടാണ്. ഇതൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മകൾക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ എന്താണ് ആ പിതാവ് പറയേണ്ടത്? എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ മകള് പിന്നെ എന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ബിസിനസ് നടത്താൻ പോയത്, അവൾക്കെതിരെ ഏത് അന്വേഷണം വന്നാലും എനിക്ക് യാതൊരു ഭയവുമില്ല, അവൾക്കെതിരെ എന്ത് അന്വേഷണവും നടക്കട്ടെ, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, ലോ ഇറ്റ് ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന വീണ വിജയന്റെ അച്ഛൻ പറയേണ്ടിയിരുന്നത്. ഇനി ഇത് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാലത്ത് ഓർത്ത് നോക്കിയേ. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് പുറത്തു വന്നപ്പോഴത്തേക്കും NIA അന്വേഷണം വേണമെന്നും പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതി കൊടുത്തത് പിണറായി വിജയനാണ്. നമുക്ക് ഓർമ്മയില്ല അന്ന്. അപ്പൊ അതേ പിണറായി വിജയൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്താ അയാൾ ചെയ്തത്? അയാള് ഈ ഇന്ത്യയിലെ ഏറ്റവും പണം മേടിക്കുന്ന അഭിഭാഷകരിൽ ഒരാളായ CS വൈദ്യനാഥനെ ഈ കേസ് വാദിക്കാനായിട്ട് KSIDCക്ക് വേണ്ടി ഏർപ്പാടാക്കി. ആ CS വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള വക്കീല് ഇപ്പം പിന്നെ കോടീശ്വരനാകാനുള്ള സാധ്യത നമ്മൾ കാണും. കാരണം അയാൾക്ക് ഇന്നത്തെ നിലയനുസരിച്ച് അയാൾക്ക് ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം അപ്പിയർ ചെയ്തതിന് 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു. 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം ഓൺലൈനിലാണ് അപേക്ഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ ഇയാൾക്ക് മകള് കർണാടക കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരുപക്ഷെ CS വൈദ്യനാഥൻ അപ്പിയർ ചെയ്യാനാണ് സാധ്യത എന്നൊരു അഭിയോഗമുണ്ട്. അപ്പൊ ഇപ്പോൾ തന്നെ CS വൈദ്യനാഥന് 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പോ മകളുടെ കാര്യത്തിൽ ഇയാൾക്ക് ഒരാശങ്കയും ഇല്ലെങ്കിൽ എന്തിനാണ് KSIDC അന്വേഷണം തടസ്സപ്പെടുത്താനായിട്ട് ഇയാൾ KSIDCയുടെ വക്കീലിനെ വെച്ചത്? എന്തിനാണ്? KSIDCക്ക് ഇതിനകത്ത് ആശങ്കയില്ലെങ്കിൽ KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അടുത്തത് KSIDCയിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുക്കുന്ന ഇയാളുടെ പിണറായിലെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഈ പണം? എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നികുതി പണത്തിൽ നിന്നാണ് ഇയാൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് KSIDC കോടതിയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചെന്താണ്? എന്താണ് KSIDCക്ക് മറച്ചു വെക്കാനുള്ളത്? KSIDCക്ക് ഒന്നും മറച്ചു വെക്കാൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് തടയാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നും പറഞ്ഞിട്ട് ആ KSIDCക്ക് വേണ്ടി 25 ലക്ഷം രൂപ കൊടുത്ത ആ റിട്ട് ഹർജി എടുത്ത് ചവറ്റുകൊട്ടെ കളയുകയാണ് ദേവൻ രാമേന്ദ്രൻ ചെയ്തത്. അതിൽ അയാൾ വലിയ നിയമപരമായിട്ടുള്ള ചോദ്യമൊന്നുമല്ല ചോദിച്ചത്, അയാൾ വളരെ കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. KSIDCക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ KSIDC എന്തിനാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്? ഇതാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ KSIDCയുടെ അന്വേഷണം എടുത്ത് ചവിറ്റോട്ടെ കളഞ്ഞു. KSIDCയുടെ അന്വേഷണം എടുത്ത് ചവിറ്റോട്ടെ കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മകളെ ചോദ്യം ചെയ്യുന്നത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്ന് കണ്ട പിതാവ് മകളെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കേരളത്തിലെ ജയിലിൽ കിടക്കാൻ മടിയുള്ളത് കൊണ്ടല്ല,
അതായത് ഇവരുടെ പിന്നെ കമ്പനി കർണാടകത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ കർണാടകത്തിലായതുകൊണ്ടാണ് കർണാടകത്തിൽ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കർണാടകത്തിൽ കേസ് കൊടുത്തത് കൊണ്ടും മകൾ ജയിലിൽ പോകുന്നത് തടയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിലാവണമെന്നില്ല, ചിലപ്പോൾ കർണാടകത്തിലാണെന്ന് ഇരിക്കും. ആ കർണാടകത്തിലായാലും നമുക്ക് ജയിലിൽ പോയാൽ മതിയല്ലോ. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കർണാടകത്തിലാണ് കിടന്നത്. അപ്പൊ അതുപോലെ ഇതും കർണാടകത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ KSIDCയുടെ സമാനമായിട്ടുള്ള ഒരു കേസ് കേരള ഹൈക്കോടതി എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഒരു കടലാസ് ചവറ്റുകൊട്ടയിലേക്ക് പറന്നുപോയി വീഴാനുള്ള സാധ്യതയുണ്ട്. അത് വീണ വിജയന്റെ ഹർജി ആയിരിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ SFIയുടെ അന്വേഷണം ഫെബ്രുവരി 1-ാം തീയതിയാണ് പ്രഖ്യാപിക്കുന്നത്. വെറും 2 ദിവസം മാത്രമേ കേരളത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം കൊച്ചിയിലും ഒരു ദിവസം തലസ്ഥാനം തിരുവനന്തപുരത്ത് SFI ഉള്ളായിരുന്നു. വീണ വിജയന്റെ പേര് SFIയുടെ ഉദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു പോലും മാധ്യമത്തിൽ പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ വീണ വിജയൻ എന്തിനാണ് ഒരു മുൻകൂറേറി? അല്ല, അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ പറയാ, അത് നമ്മൾ അങ്ങനെ അതിനെ കാണുന്നതിൽ അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ ജനുവരി 31-നാണ് SFIയോട് ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 3 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതാണ്. 1 എക്സാലോജിക് സൊല്യൂഷൻസ്, 2 KSIDC, 3 CMR. അപ്പം ഈ 3 കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് അവർ നടത്താൻ പോകുന്നത്. സ്വാഭാവികമായി അതിൽ CMRലെ അന്വേഷണം അവർ നടത്തി, റെയ്ഡ് നടത്തി. അവര് KSIDCയിലും റെയ്ഡ് നടത്തി. സ്വാഭാവികമായി ഇനി അവർ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ അന്വേഷണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒന്ന്, വീണ വിജയനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അതൊരു 1 person കമ്പനിയാണ്. ആ 1 person കമ്പനി എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. ആ ഒറ്റ ഡയറക്ടർ വീണ വിജയനാണ്. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. 2, അവര് കൊടുത്തിരിക്കുന്ന രേഖകൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്ക് റെയ്ഡ് നടത്താം. റെയ്ഡ് നടത്തുമ്പോൾ 2 അഡ്രസ് കൊടുത്തിട്ടുണ്ട് വീണ വിജയൻ. ഒന്ന് 2014 കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് AKG സെന്റർ പാളയം എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് അപ്പൊ അവർക്ക് AK സെന്ററിൽ വേണമെങ്കിൽ വരാം. 2, അവരിപ്പോ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലും അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രിയുടെയും 2 ഒരു മുഖ്യമന്ത്രിയുടെ മന്ദിരത്തിൽ ഒരു മന്ത്രി മന്ദിരത്തിലും മാറി മാറിയാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അവർ കൊടുത്തിരിക്കുന്ന രേഖകൾ തൃപ്തികരമല്ല എങ്കിൽ സ്വാഭാവികമായും ഈ ഏജൻസികൾക്ക്, ഈ SFIO എന്ന് പറഞ്ഞ ഏജൻസിക്ക് ക്ലിഫ് ഹൗസിലും വരാം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലും വരാം. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി ആക്ട് 2013-ലെ 212 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം SFIOയ്ക്ക് അറസ്റ്റിനുള്ള അവകാശവും ഉണ്ട്. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് അവർക്ക് പോകാനും പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവര് മിക്കവാറും കേരളത്തിലെ ജയിലിലായിരിക്കും അവർ കിടക്കാനുള്ള സാധ്യത. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യാനുള്ള സാധ്യത 150%. അത് ഇന്ന് ഉച്ചയോടുകൂടി ഇന്ന് കോടതി അവരുടെ റിട്ട് ഹർജി തള്ളിയാൽ ഒരുപക്ഷെ ഇന്നവർ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത പോലും ഞാൻ തള്ളിക്കളയില്ല. കാരണം വെച്ചാൽ SFIOയെ അവർ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ SFIOയ്ക്ക് തൃപ്തികരമായിട്ടുള്ള വിവരങ്ങളും രേഖകളും വീണ വിജയൻ കൊടുത്തില്ലെങ്കിൽ അത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അറസ്റ്റിലേക്കും ഇപ്പൊ ചോദ്യം ചെയ്യലിലേക്ക് പോയാൽ തന്നെ ഇവരാകപ്പാടെ പൊട്ടിക്കരയാനുള്ള സാധ്യതയുണ്ട്. കാരണം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലും ബെൻസ് കാറിലും മുഖ്യമന്ത്രിയുടെ കാറിലും ഒക്കെ നടന്നിരുന്ന വനിതയാണല്ലോ. അപ്പൊ അവരിതുപോലെ ചോദ്യം ചെയ്യലിന് ചെന്നിരിക്കുമ്പോൾ അവരാകപ്പാടെ അന്തം വിടാനുള്ള സാധ്യതയുണ്ട്. 2, അവര് പൊട്ടിക്കരയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ വല്ല ബോധം കെട്ട് വീഴുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഈ പുറമേ കാണിക്കുന്ന ധൈര്യമൊന്നും അദ്ദേഹത്തിന് ഉള്ളിൽ ഇല്ല എന്നാണ് CPM-കാർ തന്നെ പറയുന്നത്. അയാൾക്ക് മകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം അയാൾ എപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മകളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും ബോധം കെട്ട് വീഴുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നന്ദി സർ. KM ഷാജി.